+1 കൊമേഴ്സ് ഫാമിലി. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എല്ലാം ദാ ഇങ്ങെത്തി, ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പം ബിസിനസ് സ്റ്റഡീസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 8 ചാപ്റ്റർ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിനുണ്ട്. അപ്പോൾ ഈ 8 ചാപ്റ്റർ എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ്സ് ടേം 1 ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ടേം 2, ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരുന്നത്. അപ്പം അതുകൊണ്ട് ടേം 1 അത് ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് വെറുതെ കളയണ്ട. അതിനും ഈക്വൽ വെയിറ്റേജ് വെച്ച് തന്നെ ആയിരിക്കും ഇത്തവണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ടേം 1 നന്നായിട്ട് പഠിക്കുക, ടേം 2 നന്നായിട്ട് പഠിക്കുക. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് നോക്കി പോകാം. കാരണം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മേജറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ആദ്യം പഠിച്ചിട്ട് ബാക്കി നിങ്ങൾ ബാക്കി വായിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ റിലേറ്റ് ചെയ്താണ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മൊത്തം കാണുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള ബിസിനസ് സ്റ്റഡീസിലെ ഫുൾ ചാപ്റ്ററിൻ്റെ, അതായത് ക്രിസ്മസ് എക്സാമിന് വരുന്ന ഫുൾ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. അപ്പം സ്മാർട്ട് വേയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് ലൈവുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ലൈവിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും അത് മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് 2 മാർക്സിനും 4 മാർക്സിനും ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ വാട്ട് ഇസ് ബിസിനസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ബിസിനസ്? കാരണം നിങ്ങൾ +1 സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ബിസിനസ് ആൻഡ് അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ബിസിനസ് ആക്ടിവിറ്റിയുടെ ഒരു ചാർട്ടില്ലേ, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണ് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ബേസിക് ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നുള്ളൊരു ചോദ്യം. ആൻഡ് അതുപോലെ തന്നെ എനി 2 കോസസ് ഓഫ് ബിസിനസ് റിസ്ക് വരാനുള്ള 2 കോസസ് 2 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. 2 പോയിന്റ് എഴുതി വെച്ചാൽ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 2 കൂടുതൽ പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് ഒന്ന് പഠിച്ച് വെക്കുക. കാരണം ചിലപ്പോൾ 4 മാർക്സിനാണ് ചോദിക്കാൻ തോന്നിയെങ്കിൽ നിങ്ങൾ 4 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതണം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, അത്യാവശ്യം കൂടുതൽ ടോപ്പിക്സ് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് സോൾ പ്രൊപ്പറേറ്ററിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു പേഴ്സൺ ഹൂ റൺസ് ഹിസ് ഓർ ഹെർ ഓൺ ബിസിനസ്, സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നു, അതിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ആ വ്യക്തിനെ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയാൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണെന്നുള്ളൊരു ചോദ്യം. 2 അഡ്വാൻറ്റേജസും 2 ഡിസഡ്വാൻറ്റേജസും ചോദിക്കാം. ഒരു 4 മാർക്സിനൊക്കെ ആണെങ്കിൽ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ HUF എന്താണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർക്കുന്നുണ്ടോ? HUF എന്താണെന്നുള്ളൊരു ചോദ്യം വരാം. 4 ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ 4 ഫീച്ചറുകൾ. ആരാണ് മൈനർ? ബിലോ ദ ഏജ് ഓഫ് 18 ആണ് മൈനർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഇസ് കോപ്പറേറ്റീവ് സൊസൈറ്റി? അതുപോലെ തന്നെ HUFൻ്റെ അകത്ത് നമ്മൾ കർത്തേനെ പറ്റി, കോ പാസനേഴ്സിനെ പറ്റി അല്ലേ, മൈനർ മെമ്പറിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. വാട്ട് ഇസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഗിവ് സം ഫീച്ചേഴ്സ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കുറച്ച് ഫീച്ചർ സ്ഥിരമായി 4 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. വാട്ട് ഇസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 3 വരുവാണെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഇസ് ദ ഗവൺമെൻറ് കമ്പനി ആൻഡ് ഗിവ് സം ഫീച്ചേഴ്സ്? ഗവൺമെൻറ് കമ്പനിയും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ചോദിക്കാം. MNC മൾട്ടിനാഷണൽ കമ്പനീനെ പറ്റി ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജോയിന്റ് വെഞ്ചർ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. PPP സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ആരും മിസ് ചെയ്യരുത്. 1 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, PPP എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് PPP പഠിക്കുക. ഓക്കെ, ചാപ്റ്റർ 4 ബിസിനസ് സർവീസ്, അത്യാവശ്യം നല്ല ആവശ്യത്തിലധികം നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് ആൻഡ് ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ബോക്സിൻ്റെ അകത്ത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. 4 മാർക്കിന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം അത് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് താഴോട്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ മാറിയില്ല. ഓക്കെ, വാട്ട് ഇസ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളൊരു ചോദ്യം വരാം. പിന്നെ
അതിൻ്റെ കൂടെ തന്നെ ടൈപ്സ് ഓഫ് ബാങ്ക്സ് വരുന്നുണ്ട് അല്ലേ, നമുക്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഒക്കെ ഉള്ള ആ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് അല്ലേ, അത് പഠിച്ചിട്ട് പോവുക. എന്താണ് ഈ ബാങ്കിങ്, അല്ലെങ്കിൽ ഗിവ് സം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും പഠിക്കാതെ പോകരുത്, സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഫയർ ഇൻഷുറൻസിൻ്റെ കുറച്ച് എലമെന്റ്സ് പറയൂ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ്, ഫയർ ആൻഡ് മെറൈൻ ഇൻഷുറൻസ്, 3 എണ്ണത്തിൻ്റെ ഒരു ബോക്സ് തന്നിട്ടില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതല്ലാതെ തന്നെ മിസ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈഫ്, ഫയർ ആൻഡ് മെറൈൻ ഇൻഷുറൻസിൻ്റെ ഒരു മിനിമം 4 പോയിന്റെങ്കിലും പഠിച്ചിട്ട് പോകുക, കാരണം 4 മാർക്സിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. VSAT സർവീസ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ, അതൊരു സാറ്റലൈറ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, സാറ്റലൈറ്റ് വൈസ് കമ്മ്യൂണിക്കേഷൻ ആണെന്നൊക്കെ പഠിക്കുന്നുണ്ട്. ബോണ്ടഡ് വെയർ ഹൗസ്, വെയർ ഹൗസിൻ്റെ ഭാഗത്ത് ബോണ്ടഡ് വെയർ ഹൗസ് എന്താണെന്ന് 2 മാർക്സിന് സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ട് എന്താണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പഠിച്ചിട്ട് പോകുക. ചാപ്റ്റർ 5 നോക്കുവാണെങ്കിൽ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്, അതിൻ്റെ അകത്തും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ബിസിനസ് വേഴ്സസ് ഇ കോമേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. പിന്നെ മോസ്റ്റ്ലി ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്, അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഇസ് മെൻ ബൈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചാപ്റ്റർ 6 എടുക്കുവാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ അത്യാവശ്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ നീഡ്, ആവശ്യം എന്താണ്. ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ഥിരം ചോദ്യമാണ്. ഇതൊരു പ്രാവശ്യം 8 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് വന്നിട്ടുണ്ട്. ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് രണ്ടും ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിൻ്റെതാണെങ്കിൽ ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫോർ ആൻഡ് അഗെയിൻസ്റ്റിലെ 2 പോയിന്റ് എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുക. ആരെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാനിങ് ക്യാൻസൽ ചെയ്തോ, കാരണം ഇത് മെയിൻ എസ്സേ ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അല്ലേ, നമുക്കറിയാം നമ്മുടെ ഓണേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ്, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ്, വർക്കേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക, ഷോർട്ട് എസ്സേക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. കോസസ് ഓഫ് പൊല്യൂഷൻ, കുഞ്ഞിലേ തൊട്ടേ നമ്മൾ പഠിക്കുന്ന അല്ലേ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ആ ചാപ്റ്ററിൻ്റെ അകത്ത്. നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ, ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം എന്ത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് 4 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സിൻ്റെ കുറച്ച് എലമെന്റ്സ്, ഒരു 3 to 4 എലമെന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 6 സെറ്റായില്ലേ. ചാപ്റ്റർ 7 നോക്കുവാണെങ്കിൽ ഫോർമേഷൻ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഫോർമേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫംഗ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടറിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, 4 എണ്ണം 5 എണ്ണം ഒക്കെ പഠിച്ചു വെച്ചോ. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ, ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ബോക്സിൻ്റെ കുഞ്ഞുങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അകത്ത് കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം സിമ്പിളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അനസ്യ മിസ്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക, എക്സാമിന് നല്ല കിടുക്കനായിട്ട് എഴുതി വെക്കുക, കാരണം ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് 1% കമ്പനി എന്നുള്ളൊരു ചോദ്യം 2 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചാപ്റ്റർ 8 നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ്, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. കാണുമ്പം ഓടാൻ തോന്നും, പക്ഷേ ഓടരുത്, കാരണം എന്താണ്, ഇതിൻ്റെ അകത്തുനിന്ന് എസ്സേ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, എനിക്ക് കുറേ മെസ്സേജസ് വന്നു, മിസ് ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന്. കുഴപ്പമാണ്, വളരെ വലിയൊരു കുഴപ്പമാണ്, കാരണം എസ്സേക്കൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫിനാൻഷ്യൽ നീഡ് ഓഫ് ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ കാണുമ്പോഴേ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നത്തില്ല എന്ന് എല്ലാവരും പറയും, പക്ഷേ ആ ടേബിൾ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ കണ്ടിട്ടില്ലെങ്കിൽ ആ ലൈവ് ഒന്നെടുത്ത് കാണുക. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ സ്ഥിരം ചോദ്യമാണ്. ഇക്വിറ്റി ഷെയർ എന്താണ്, പ്രിഫറൻസ് ഷെയർ എന്താണ്, ഇപ്പോഴേ പഠിച്ചു വെച്ചോ, അടുത്ത ലെവലിൽ നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്, അതിൻ്റെ ഷോർട്സ്, വീഡിയോ, എക്സ്ട്രാ വീഡിയോ, അതല്ലാതെ ലൈവിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഈ ഒരു ചാനലിലെ വീഡിയോ സെഷനിൽ എടുത്ത് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതെടുത്ത് കാണുക. ഓക്കെ, ട്രേഡ് ക്രെഡിറ്റ് എന്താണ്, അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ട്രേഡ് ക്രെഡിറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മെറിറ്റ്സും ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഓക്കെ, CP കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഫാക്ടറിങ്, അല്ലെങ്കിൽ ഗിവ് സം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് ചോദിക്കാം. എന്താണ് ഫാക്ടറിങ് എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ലീസ് ഫിനാൻസിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ ടേംസ് ഉണ്ട്,
ഓക്കെ. അപ്പോൾ അത് ലെസ്സർ, ലെസ്സി എന്ന് പറയുന്ന ടേംസ് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഫാക്ടറിങ്ങിനാണെങ്കിൽ ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടറിങ് കമ്മീഷൻ കുറേ ടേംസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ വരാം. ഓക്കെ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എത്രയും വേഗം ഷെയർ ചെയ്യുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. ഓക്കെ. അപ്പം ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ലൈവുകളിൽ വെച്ച് കാണാം. ബൈ.